ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, നമ്മുടെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിൽ നമുക്ക് കുറേ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട് അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ക്ലോഷർ പ്രോപ്പർട്ടി. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മനസ്സിലാവാത്തതും ഈ പ്രോപ്പർട്ടീസ് ആണ്. ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്നൊക്കെയുള്ള ഈ പ്രോപ്പർട്ടീസ് ആണ് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാവാത്തതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. സോ ഈ ക്ലോഷർ പ്രോപ്പർട്ടി ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് മുഴുവനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കും. നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ അറിയില്ല, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇഷ്ടമില്ല, മാത്സ് ഇഷ്ടമില്ല, അതുകൊണ്ട് പഠിക്കുന്നില്ല, നല്ല ക്ലാസ്സുകൾ കിട്ടുന്നില്ല, മുന്നെയൊക്കെ വളരെ മാർക്ക് കുറവാണ്, ലിറ്ററലി മാത്സ് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങളിപ്പോൾ 10 മിനിറ്റോ 15 മിനിറ്റോ ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ ഉണ്ടാവും. ആ സമയം നിങ്ങൾ ഈ ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയോ, ക്ലോഷർ പ്രോപ്പർട്ടി പിന്നെ നിങ്ങൾ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, ബുക്ക് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അത്രമേൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യണം? നിങ്ങളെ 100% ശ്രദ്ധ നിങ്ങൾ ഇവിടെ തരണം. നിങ്ങൾ 100% ശ്രദ്ധിച്ചിരിക്കുകയോ, ക്ലോഷർ പ്രോപ്പർട്ടി ഇതാ സെറ്റാക്കി തരാം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സോ അതിന് മുന്നേ നമ്മുടെ 8th CBSEയുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള യോധ ബാച്ചിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ പോകുന്ന ഒരു ഓടിക്കളിക്കുന്ന നമ്പറുണ്ടോ, താഴെ കൂടെ ഒരു നമ്പർ ഇങ്ങനെ ഓടിപ്പോകുന്നു, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. 8th CBSEയുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള യോധ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ്. ഡെയിലി 7 PM അല്ലെങ്കിൽ 8:30 PM ഈ 2 സ്ലോട്ട്സിലാണ് നമുക്ക് ക്ലാസ്സസ് ഉണ്ടാവുക. ഡെയിലി ക്ലാസ്സസ് ഉണ്ടാവും. 1.5 hour ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. 1 hour to 1.5 hour ഈ ഒരു ടൈമിൽ നമ്മൾ സോഷ്യൽ സയൻസ് സബ്ജക്ട്സ്, അതേപോലെ മാത്തമാറ്റിക്സ്, ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് ട്യൂഷൻ ഉണ്ടാവുക. പിന്നെ റിവിഷൻ ക്ലാസ്സും കാര്യങ്ങളായിട്ട് ലാംഗ്വേജസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഫാക്കൽറ്റീസിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ കണ്ട് പരിചയമുള്ള ടീച്ചേഴ്സ് തന്നെയായിരിക്കും ക്ലാസ് എടുക്കാനുണ്ടാവുക. നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണുന്ന ടീച്ചേഴ്സ് തന്നെയാണ് ക്ലാസ് എടുക്കാനുണ്ടാവുക. അതോടൊപ്പം ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും, ഇന്നിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ റാഷണൽ നമ്പേഴ്സ് ഒരു 5 പാർട്ട് കൊണ്ട് 5 പീരീഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ആപ്പിൽ അതിൻ്റെ നോട്ട് കിട്ടും. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന നോട്ട്സ് ആപ്പിൽ കിട്ടും. അന്നപ്പോൾ തന്നെ ആപ്പിലേക്ക് വരും. അതേപോലെ ഒരു പാർട്ട് ക്ലാസ് കഴിഞ്ഞാൽ ആ പാർട്ടിൽ നിന്ന് 5 MCQs കിട്ടും. അതായത് റാഷണൽ നമ്പേഴ്സ് 5 പാർട്ടുണ്ട്, 5 പീരീഡ് കൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചാൽ 5 × 5 ടോട്ടൽ 25 MCQs നിങ്ങൾ അവിടെ പഠിച്ചു. എല്ലാ സബ്ജക്ട്സിലും, സയൻസിലും എല്ലാത്തിലും 5 MCQs വെച്ചിട്ട് ഓരോ പീരീഡ് കഴിയുമ്പം ആ പീരീഡിൽ എടുത്ത ടോപ്പിക്കില്ലേ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 5 MCQs നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു ചാപ്റ്റർ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ ആപ്പിൽ, നമ്മുടെ നിങ്ങളെ ഈ ഒരു യോധ ബാച്ചിൻ്റെ ആപ്പിൽ, യോധ ബാച്ചിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും. അത് ഈസി ആയിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പീരിയോഡിക് ടെക്സ്റ്റ് ഉണ്ടാവും. പിന്നെ മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട 1-2 പോർഷൻസ് ഉണ്ട്. ഒന്ന് MCQs സൊല്യൂഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓരോ പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് MCQs കിട്ടും. പിന്നുള്ളത് അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ്. ഇതിനൊക്കെ സെപ്പറേറ്റ് സെഷൻസ് ഉണ്ടാവും. അസേഷൻ റീസൺ പഠിപ്പിക്കാനും അതേപോലെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിപ്പിക്കാനും സെപ്പറേറ്റ് സെഷൻസ് തന്നെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് റിവിഷൻ. നമ്മൾ ഓൾമോസ്റ്റ് ഒരു നിങ്ങളുടെ സ്കൂൾ എക്സാമിൻ്റെ ഒക്കെ ഒരു 2-3 മാസം മുന്നേ നമ്മൾ ടോപ്പിക്സ് എല്ലാം തന്നെ കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അങ്ങോട്ടേക്കുള്ള 2 മാസം അല്ലെങ്കിൽ 3 മാസം നമ്മൾ ഫുൾ റിവിഷൻ ആയിരിക്കും. റിവിഷനോട് റിവിഷൻ. അതോടെ നമ്മൾ 8th CBSE കംപ്ലീറ്റ് ആയിട്ട് മുഴുവൻ മാർക്കും കിട്ടാനായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യും. ഐ മീൻ സെറ്റായി. സോ ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും 2499 റുപ്പീസിനാണ്. ഒരു മാസത്തേക്കാണോ? അല്ല. ഒരു സബ്ജക്റ്റിനാണോ? അല്ല. ഈ ഒരു അക്കാദമിക് ഇയർ മുഴുവൻ, അതായത് ടോട്ടൽ എല്ലാ സബ്ജക്ട്സിനും കൂടെ നിങ്ങൾ ടോട്ടൽ പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് 2499. ഇതിൽ കൂടുതൽ പിന്നെ എക്സ്ട്രാ ഒരു എമൗണ്ട് ഈ കൊല്ലം ആവശ്യമില്ല. ഓക്കെ, സോ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാം. സോ നമ്മൾ പറഞ്ഞു വന്നത് ക്ലോഷർ പ്രോപ്പർട്ടി ആയിരുന്നു. ഈ ക്ലോഷർ പ്രോപ്പർട്ടിൻ്റെ ഒരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലെങ്കിൽ ഞാനൊന്ന് ചുമ്മാ പറഞ്ഞുതരാം. ഓപ്പറേഷൻ കണ്ടക്റ്റഡ് ഓൺ എലമെന്റ്സ് വിത്തിൻ എ ഗ്രൂപ്പ് ഗിവ്സ് എ റിസൾട്ട് ദാറ്റ് ഈസ് വിത്തിൻ ദ സെയിം ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ്. അതായത് ഓപ്പറേഷൻ ക്ലോസ്ഡ് ആയിരിക്കണം, ഗ്രൂപ്പ് ക്ലോസ്ഡ് ആണെന്ന് പറയുന്നത്. അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രൂപ്പിൽ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക. നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പോൾ ഏത് 2 നാച്ചുറൽ നമ്പർ എടുത്താലും നാച്ചുറൽ നമ്പേഴ്സിൽ അഡീഷൻ ആണെന്ന് വിചാരിക്കുക. അഡീഷൻ എന്നുള്ള പ്രോപ്പർട്ടി ക്ലോസ്ഡ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നതെന്ന് വിചാരിക്കുക.
നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ അഡീഷൻ ക്ലോസ്ഡ് ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് പറയാമെന്ന് വെച്ചാൽ ഏത് രണ്ട് നാച്ചുറൽ നമ്പർ എടുത്താലും അത് രണ്ട് ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറും നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അതായത് ഇതാണ് ഗ്രൂപ്പ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, ഹോൾ നമ്പേഴ്സ്. ഇതാണ് അവർ ഈ ഗ്രൂപ്പ് എന്നുകൊണ്ടോട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ രണ്ട് എലമെൻറ്റ്സ് എടുത്തു, അത് നമ്മൾ ആഡ് ചെയ്യായിക്കോട്ടെ, സബ്ട്രാക്ട് ചെയ്യായിക്കോട്ടെ, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ആയിക്കോട്ടെ, ഡിവിഷൻ ചെയ്യായിക്കോട്ടെ, ഏത് ഓപ്പറേഷൻ ചെയ്താലും കിട്ടുന്ന റിസൾട്ടും അതേ ഗ്രൂപ്പിലെ എലമെൻ്റ് ആണെങ്കിൽ, അതേ ഗ്രൂപ്പിലെ നമ്പർ ആണെങ്കിൽ ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ ക്ലോസ്ഡ് അല്ല. എക്സാമ്പിൾസ് പറയുമ്പം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കുക, ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഏതൊക്കെ ഗ്രൂപ്പ് എങ്ങനെയാണ് വരുന്നത്? 0, 1, 2, 3 എക്സെട്ര. ഇതാണ് ഹോൾ നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പ് വരുന്നത് അല്ലേ. 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പോകും. അതാണ് ഹോൾ നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പ്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അഡീഷൻ ക്ലോസ്ഡ് ആണോ അല്ലയോ എന്നാണ്. നിങ്ങൾ രണ്ട് ഹോൾ നമ്പേഴ്സ് എടുക്കുക, ഏതെങ്കിലും രണ്ട് ഹോൾ നമ്പേഴ്സ് എടുക്കുക. 0യും 5ഉം. 0 + 5 എന്ന് പറഞ്ഞാൽ എന്താ? 0യും 5ഉം ഹോൾ നമ്പേഴ്സാണ്. 0 + 5 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ 5 ആണ്. അതും അഗെയിൻ ആ 5 കിട്ടിയ ആൻസറും ഹോൾ നമ്പർ അല്ലേ? ആണ്. ഓക്കെ, പിന്നെ വേറെ എക്സാമ്പിൾ എടുത്ത് നോക്ക്. 1 + 4. 1ഉം 4ഉം ഹോൾ നമ്പേഴ്സാണ്, അഡീഷൻ ആണ്. കിട്ടിയ ആൻസർ എത്രയാ? 5. അതും ഹോൾ നമ്പർ ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്ക്. 2 + 10 എത്രയാ? 12. 2ഉം 10ഉം എന്താണ്? ഹോൾ നമ്പേഴ്സ് ആണ്. അത് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആയിട്ടുള്ള 12ഉം ഹോൾ നമ്പർ ആണ്. അതായത് നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും അഡീഷൻ പെർഫോം ചെയ്താൽ കിട്ടുന്ന റിസൾട്ടും എന്തായിരിക്കും? അതേ ഗ്രൂപ്പിലുള്ള എലമെൻ്റ് ആയിരിക്കും, ഹോൾ നമ്പേഴ്സ് തന്നെയായിരിക്കും. വിച്ച് മീൻസ് നമുക്ക് എന്ത് പറയാം? ജനറലായിട്ട് നമുക്ക് പറയാം ഫോർ 2 നമ്പേഴ്സ് A, B രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ A + B എന്തായിരിക്കും? A + B is also whole number. Whole number. For any two whole numbers A, B, A + B is also a whole number. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ അത് റിമാർക്സിൽ നമ്മൾ എഴുതുന്നു. ഹോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ ഏത് ഓപ്പറേഷൻ ചെയ്യുമ്പോഴാ? അഡീഷൻ. നമ്മൾ ബാക്കിയൊന്നും നോക്കിയില്ല, അഡീഷൻ്റെ കേസിൽ മാത്രമാണത്. ഓക്കെ, അഡീഷൻ്റെ കേസിൽ മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, സോ അഡീഷൻ്റെ A ക്യാപിറ്റലാണ് എഴുതിയത്, സ്മോൾ ആയിക്കൂടാ. ഓക്കെ, ഇനി പറഞ്ഞേ, സബ്ട്രാക്ഷൻ വരുമ്പോൾ ക്ലോസ്ഡ് ആവുമോ? അതായത് ഏതെങ്കിലും രണ്ട് ഹോൾ നമ്പർ എടുക്കുക, ഏത് രണ്ട് ഹോൾ നമ്പർ എടുത്ത് സബ്ട്രാക്ഷൻ ചെയ്താലും കിട്ടുന്ന റിസൾട്ട് ഹോൾ നമ്പർ ആയിരിക്കണം. ഹോൾ നമ്പർ കിട്ടുമോ? ഇപ്പം 9 - 7 എത്ര റിസൾട്ട്? 2 ആണ് അല്ലേ. 9ഉം 7ഉം ഹോൾ നമ്പേഴ്സ് ആണ്. അത് രണ്ടും സബ്ട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ആയിട്ടുള്ള 2ഉം ഹോൾ നമ്പർ ആണ്. ഓക്കെ, ശരി. പക്ഷേ 5 - 8ഓ? 5ഉം 8ഉം ഹോൾ നമ്പറാ അല്ലേ. അത് മൈനസ് ചെയ്താൽ കിട്ടുന്ന, സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന -3 അത് ഹോൾ നമ്പർ ആണോ? അല്ല. അതായത് നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന്, ഹോൾ നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് രണ്ട് നമ്പേഴ്സ് എടുത്തു, 5ഉം 8ഉം രണ്ട് എലമെൻറ്റ്സ് എടുത്തു. ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഈ ഓപ്പറേഷൻ ചെയ്തു, സബ്ട്രാക്ഷൻ ചെയ്തു. പക്ഷേ കിട്ടിയ റിസൾട്ട് ഈ ഗ്രൂപ്പിലുള്ള എലമെൻ്റ് അല്ല. -3 ഹോൾ നമ്പർ അല്ലല്ലോ, ഈ ഗ്രൂപ്പിലുള്ള എലമെൻ്റ് അല്ല. വിച്ച് മീൻസ് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഒറ്റ മീനിങ് ഉള്ളൂ, ക്ലോസ്ഡ് അല്ല. സോ ഹോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ എന്ത്? സബ്ട്രാക്ഷൻ. ക്ലിയർ ആണല്ലോ? സബ്ട്രാക്ഷനിൽ ക്ലോസ്ഡ് അല്ല, അഡീഷനിൽ ക്ലോസ്ഡ് ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷനിലോ മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് രണ്ട് ഹോൾ നമ്പേഴ്സിൻ്റെ അടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും ഹോൾ നമ്പറിനെ കിട്ടുക 0 × 5. 0യും 5ഉം ഹോൾ നമ്പേഴ്സാണ്. 0 × 5 ചെയ്താൽ കിട്ടുന്ന 0യും ഹോൾ നമ്പറാണ്. 2 × 4, 2ഉം 4ഉം ഹോൾ നമ്പേഴ്സാണ്. കിട്ടുന്ന റിസൾട്ട് ആയിട്ടുള്ള 8ഉം ഹോൾ നമ്പറാണ്. അപ്പോൾ അതെന്താണ്? ക്ലോസ്ഡ് ആണ്. സെറ്റ് അല്ലേ? ഇനി ഡിവിഷൻ വരുമ്പോൾ ക്ലോസ്ഡ് ആയിരിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, രണ്ട് ഹോൾ നമ്പേഴ്സ് എടുക്കുക, 5ഉം 8ഉം. ഓക്കെ, ആ രണ്ട് നമ്പേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന 5 / 8 അത് ഹോൾ നമ്പർ ആണോ? 5/8 ഹോൾ നമ്പർ ആണോ? ഫ്രാക്ഷൻസ് വരുന്നുണ്ടോ ഹോൾ നമ്പേഴ്സിൽ? ഐ മീൻ പ്യുവർ ഫ്രാക്ഷൻ, അതായത് എന്താ പറയുക, ഇപ്പം 8/2 ആണെങ്കിൽ ഓക്കെ, 8/2 4 ആണ്, അങ്ങനെ നമ്പേഴ്സ് വരും. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ എന്താണ്? 5/8 ഫ്രാക്ഷൻ അല്ല. അതായത് നമ്മൾ ഹോൾ നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് രണ്ട് നമ്പേഴ്സ് എടുത്തു, 5ഉം 8ഉം. പക്ഷേ അത് തമ്മിൽ ഡിവിഷൻ ചെയ്തപ്പോൾ കിട്ടിയ 5/8 എന്തല്ല? ഹോൾ നമ്പർ അല്ല, ആ ഗ്രൂപ്പിൽ എലമെൻ്റ് അല്ല. സോ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ് ആണല്ലോ?
ഇനി പറഞ്ഞേ ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? എനി ഡൗട്ട്സ്? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ മക്കൾക്കൊക്കെ. ഇനി നമുക്ക് ഒരു സെറ്റ് കൂടെ നോക്കാം. ഇൻഡിജേഴ്സിൻ്റെ കേസോട് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിയേ, ഇൻഡിജേഴ്സിൻ്റെ കേസിൽ അഡീഷൻ വരുമ്പോൾ ക്ലോസ്ഡ് ആയിരിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 0, 1, 2, 3, 4, പിന്നെ അങ്ങോട്ടേക്ക് ലെഫ്റ്റിലോട്ടേക്ക് അത് അങ്ങനെ നീണ്ടുപോകും. ലെഫ്റ്റിലോട്ടേക്കോ -1, -2, -3 എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റിലോട്ടും പോകും അല്ലേ? അപ്പോൾ അഡീഷൻ വരുമ്പോൾ എക്സാമ്പിൾ എടുത്ത് നോക്ക്. 2 എക്സാമ്പിൾസ്. 3ഉം 5ഉം എടുക്ക്. 3ഉം 5ഉം ആഡ് ചെയ്താൽ 8 ആണ്. 8ഉം ഇൻഡിജറാണ്. ഓക്കെ, പിന്നെ വേറെ എടുക്കുക ഇൻഡിജർ. -5ഉം 6ഉം രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ആയിട്ടുള്ള 6 - 5 1. അത് അഗെയിൻ ഇൻഡിജറാണ്. പിന്നെ 0 + 7 എത്രയാ? 0ഉം 7ഉം ആഡ് ചെയ്തു, കിട്ടുന്ന റിസൾട്ട് ആയിട്ടുള്ള 7 അഗെയിൻ ഇൻഡിജറാണ്. പിന്നെ 0 അല്ലെങ്കിൽ 1 + -8, അപ്പോൾ എന്താ? 1 + -8 1 - 8 ആയിട്ട് മാറും. പ്ലസും മൈനസും കൂടെ ഒരുമിച്ച് വന്നാൽ അത് മൈനസ് ആയിട്ട് മാറും. 1 - 8 എത്രയാ? -7. ആ കിട്ടിയ റിസൾട്ട് ഇൻഡിജറാണ്. അപ്പോൾ ഏതൊക്കെ ഇൻഡിജേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്താലും കിട്ടുന്ന റിസൾട്ട് അഗെയിൻ ഇൻഡിജർ ആയിരിക്കും. സോ നമുക്ക് പറയാം ക്ലോസ്ഡ് ആണ്. ഇൻഡിജേഴ്സ് അഡീഷനിൽ ക്ലോസ്ഡ് ആണ്. ഓക്കെ, സബ്ട്രാക്ഷൻ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏത് 2 നമ്പർ സബ്ട്രാക്ട് ചെയ്ത് നോക്ക്. 7 - 5 2 ആണ്. ഇനി 0 - 6, 0ഉം 6ഉം ഇൻഡിജേഴ്സ് ആണ്. അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന -6ഉം അഗെയിൻ ഒരു ഇൻഡിജറാണ്. പിന്നെ 5 -5ഉം രണ്ട് നമ്പർ എടുക്കാം. ഒന്ന് 5 ഒന്നും എടുത്തു, ഒന്ന് -6 എടുത്തു. രണ്ടും ഇൻഡിജറാണ്. 5ഉം -6ഉം ഇൻഡിജറാണ്. അത് രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. മൈനസ് ഇട്ടു. അപ്പോൾ എന്താ കിട്ടുക? 5 - -6 എന്ന് പറഞ്ഞാൽ 5 + 6 11. അഗെയിൻ കിട്ടുന്ന ആൻസറും ഇൻഡിജറാണ്. പിന്നെ വേറെ എക്സാമ്പിൾ. നിങ്ങൾ ഏത് എക്സാമ്പിൾ എടുത്താലും 2 ഇൻഡിജേഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും? അഗെയിൻ ഇൻഡിജർ ആയിരിക്കും. സോ ക്ലോസ്ഡ് ആണ്. അഗെയിൻ ക്ലോസ്ഡ്. ഓക്കെ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ലോ സെയിം. നിങ്ങൾ ഏത് 2 ഇൻഡിജേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ നോക്ക്. 0 × -5 0, 5 × -2 -10 അല്ലേ? അതായത് 0ഉം 5ഉം ഇൻഡിജറാണ്, കിട്ടിയ റിസൾട്ട് ആയിട്ടുള്ള 0 ഇൻഡിജറാണ്. 5ഉം -2ഉം ഇൻഡിജറാണ്, കിട്ടിയ റിസൾട്ട് ആയിട്ടുള്ള -10 ഇൻഡിജറാണ്. ഇനി -3 × -4 -3ഉം -4ഉം ഇൻഡിജേഴ്സ് ആണ്, കിട്ടിയ റിസൾട്ട് എത്രയാണ് വരിക? -3 × -4 3 × 4 12, -3 × പ്ലസ് ആവും, കിട്ടിയ റിസൾട്ട് ആയിട്ടുള്ള 12ഉം ഇൻഡിജറാണ്. സോ എന്താണ്? ക്ലോസ്ഡ് ആണ്. അഗെയിൻ ക്ലോസ്ഡ്. എന്നാൽ ഡിവിഷൻ വരുമ്പം നേരത്തെ പോലെ അപ്പോൾ നമുക്ക് 5/18 എടുക്കാം. 5/18 എടുക്കാം. 5/18 എന്താ? ഇൻഡിജേഴ്സ് ആണ്. പക്ഷേ അതിനെ രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന 5/8 ഇൻഡിജർ അല്ല. സോ നോട്ട് ക്ലോസ്ഡ്. ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റ് ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ റാഷണൽ നമ്പേഴ്സ് അഡീഷനിലും സബ്ട്രാക്ഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും ക്ലോസ്ഡ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ മറക്കാതെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. കൃത്യമായിട്ട് എന്താ റാഷണൽ നമ്പേഴ്സ് അഡീഷൻ വരുമ്പോൾ, സബ്ട്രാക്ഷൻ വരുമ്പോൾ, മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ, ഡിവിഷൻ വരുമ്പോൾ ഈ ഓരോ കേസിലും ക്ലോസ്ഡ് ആണോ അല്ലയോ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. ക്ലോഷർ പ്രോപ്പർട്ടി എല്ലാ കുട്ടികൾക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.